എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതുവരെ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള പ്രചരണ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള അരമണിക്കൂറോളം ദൈർഘ്യമുള്ള വീഡിയോ ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇനി മുതൽ നമ്മുടെ പെൻഷൻ അറിയിപ്പുകളിൽ ഈ വീഡിയോ ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുക. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതി തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ. 1600 ഉള്ളത് 2000 ആക്കി വർദ്ധിപ്പിച്ചപ്പോൾ അതിന്റെ മധുരം വളരെ വലുത് തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ സർക്കാരിനോടൊപ്പം ഈ വീഡിയോയിൽ നമുക്കും പങ്കുചേരാം. കാരണം പരസഹായമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു ക്ഷേമ പെൻഷൻ കൊണ്ടും സർക്കാരിന്റെ ഈ ഒരു സഹായം കൊണ്ടും ജീവിക്കുന്ന നിരവധി പേരുണ്ട്. എല്ലാ മാസവും പറ്റുകടയിൽ നിന്നും കടം വാങ്ങി ജീവിതം തള്ളി നീക്കുന്ന ആളുകൾ, ഈ ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ മാത്രം ആ പണം കൊടുത്തു തീർക്കുന്ന ആളുകൾ, ഇതുകൊണ്ട് ജീവിക്കുന്നവർ നിരവധിയാണ്. ഒരു വർഷം മുമ്പ് 5 മാസം തുടർച്ചയായി പെൻഷൻ മുടങ്ങിയപ്പോൾ അതിന്റെ ദുരവസ്ഥ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഭിക്ഷയെടുത്തുള്ള സമരം വരെ നമ്മൾ കാണേണ്ടി വന്നു. അത് പിന്നീട് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്ത് സർക്കാർ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ബഹുദൂരം മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. എങ്കിലും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വാഗ്ദാനം ചെയ്തിട്ടുള്ള 2500 എന്ന പെൻഷനിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഈ മാസം 29-ന് ബജറ്റ് നടക്കുമ്പോൾ അതിൽ 500 രൂപ കൂടി വർദ്ധിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന 2000 അത് വലിയ സഹായം തന്നെയാണ്. ഈ 2026 ആദ്യ മാസത്തെ, അതായത് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയാണ് ഇനി ഓരോ ഗുണഭോക്താവും കാത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ 20-ാം തീയതി അതില്ലെങ്കിൽ അതിനോടനുബന്ധിച്ച ദിവസങ്ങളിലാണ് ധനമന്ത്രിയുടെ അറിയിപ്പ് വരാറുള്ളത്. എന്നാൽ ഇന്ന് 20-ാം തീയതി അവസാനിക്കുമ്പോഴും അത്തരം ഒരു അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. എങ്കിലും വലിയ താമസമില്ലാതെ അതിന്റെ വിതരണം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. തുടർച്ചയായിട്ടുള്ള ബാങ്ക് അവധികൾ വരുന്നതിനാൽ അതിനു മുമ്പ് പെൻഷൻ വിതരണം തുടങ്ങിയാൽ മാത്രമേ നേരത്തെ പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ 28-ാം തീയതി കഴിയേണ്ടി വരും. കാരണം 24-ാം തീയതി 4-ാം ശനിയാഴ്ചയും 25-ാം തീയതി ഞായറാഴ്ചയും 26-ാം തീയതി റിപ്പബ്ലിക് ദിന അവധിയുമാണ്. 27-ാം തീയതി ബാങ്ക് പണിമുടക്കും ആയതിനാൽ തന്നെ പെൻഷൻ വിതരണം തുടങ്ങിയാൽ പോലും അക്കൗണ്ടുകളിലേക്ക് താമസിച്ച് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും 28-ന് ശേഷം പെൻഷൻ വിതരണം സജീവമായിട്ട് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 24-ന് മുമ്പ് വിതരണം ചെയ്താൽ മാത്രമേ അതിനു മുമ്പ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തുകയുള്ളൂ. എന്തായാലും ഈ മാസം 31-ന് മുമ്പ് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്ന തരത്തിലുള്ള ഒരു അറിയിപ്പ് ഉടനെ എത്തുന്നതാണ്. ഇപ്പോൾ വന്നിട്ടുള്ള വീഡിയോയിൽ പങ്കുവച്ചിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം, അല്ലെങ്കിൽ അത് ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്കുള്ള വലിയ സഹായം എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇതിൽ നമുക്ക് പിന്തുണ നൽകാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസവും 1 മാസത്തേത് മാത്രമാണുള്ളത്. അടുത്ത ആഴ്ച മുതൽ വിതരണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.